ശൈത്യതരംഗത്തിൽ വലഞ്ഞ ഡൽഹി. ഉത്തരേന്ത്യയിലെ 9 വിമാനത്താവളങ്ങളിൽ ദൃശ്യപരിധി 0. മൂടൽമഞ്ഞ് വ്യോമ റെയിൽ റോഡ് ഗതാഗതത്തെ ബാധിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഈ തണുപ്പ് കാലത്ത് ഏറ്റവും ശക്തമായ മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്ന ദിവസങ്ങളിൽ ഒന്നാണ് ഇന്ന്. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ദൃശ്യപരിധി 100 മീറ്ററിൽ താഴെയാണ്. ഒപ്പം തന്നെ ഉത്തരേന്ത്യൻ മേഖലയിലെ രാജസ്ഥാൻ, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങളിൽ 9 വിമാനത്താവളങ്ങളിൽ ദൃശ്യപരിധി 0 എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഡൽഹി വിമാനത്താവളത്തിലെ നിരവധി സർവീസുകൾ വൈകിയാണ് സർവീസ് നടത്തുന്നത്, ദൃശ്യപരിധി കുറഞ്ഞതിനെ തുടർന്ന്. ഒപ്പം തന്നെ ഡൽഹിയിലേക്കുള്ള 26 ട്രെയിൻ സർവീസുകളും വൈകിയാണ് സർവീസ് നടത്തുന്നത് എന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. മൂടൽമഞ്ഞ് ഈ പകൽ അടുക്കുംതോറും ശക്തമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഡൽഹിയിലെ സാഹചര്യം എന്നുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചയോളമായി റെയിൽ വ്യോമഗതാഗതത്തെ മൂടൽമഞ്ഞ് അതിശക്തമായി ബാധിച്ചിരുന്നുവെങ്കിൽ അതിൽ ഏറ്റവും രൂക്ഷമായ സാഹചര്യമാണ് ഇന്ന് പുലർച്ചെ അനുഭവപ്പെടുന്നത്. ഡൽഹിയിൽ ഇന്ന് വരെ ഓറഞ്ച് അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്നു. ഒപ്പം തന്നെ ഇന്ന് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്. യെല്ലോ അലർട്ടും ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ശക്തമായ ശൈത്യം ഇന്ന് രാവിലെ ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അനുഭവപ്പെടുന്നത്. ഉന്മേഷ്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്.